കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പം ഇന്ത്യയിൽ വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടി എന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആണത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത പരത്തുന്നത് ബി ജെ പിക്കാണ്. ഇപ്പം ബി ജെ പി അവരുടെ എക്സ് അക്കൗണ്ട് ക്യാൻസലാക്കി, അതിനുശേഷം ഇന്നലെ വെബ്സൈറ്റ് ക്യാൻസലാക്കി, ഇൻസ്റ്റാ അക്കൗണ്ട് 2 ദിവസമായിട്ട് ബ്ലോക്കായി കിടക്കായിരുന്നു. ഇന്നലെ റിക്കവർ ചെയ്തെടുത്തു അവർ. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ബി ജെ പിക്കാണ് ഏറ്റവും കൂടുതൽ സാധനം ഇല്ലാതെ വെല്ലുവിളിയാവുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ അണിയറയിൽ നടക്കുന്ന മറ്റൊരു ചർച്ച, ഇതിനെല്ലാം പുറകിൽ കളിക്കുന്നത് ആം ആദ്മിയാണ് എന്നുള്ള സാധനം കളിക്കുന്നുണ്ട്. കാരണം മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ അഭിജിത്ത് ആം ആദ്മിയുടെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റും അവിടെ ക്യാമ്പയിനിങ് നടത്തിയ ആളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം മുമ്പിൽ വരുന്നുണ്ട്. മറുവശത്ത് ഇത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ടെററിസവുമായി ബന്ധപ്പെട്ടും അതിന് പിന്നിൽ അമേരിക്ക നടത്തുന്ന പല വൈറ്റ് കോളർ ആൾക്കാരെ വെച്ച് കണ്ടുള്ള കളിയാണെന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. ഇതെല്ലാം കൂടാണ്ട് ഇപ്പം ബി ജെ പിക്കുള്ള നടത്തുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ TDP, അതായത് തെലുഗുദേശം പാർട്ടി, അവരിപ്പോൾ പറയുന്നത് അവർ കോക്രോച്ച് പാർട്ടി അവരെ വഴിക്ക് വിടണം, അവരിത് മൂവ്മെൻറ്റ് ചെയ്യേ, വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയേ, അവരെന്താ വെച്ചെങ്കിൽ ആയിക്കോട്ടെ, ആ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ട, അത് യുവാക്കളുടെ ഒരു സാധനമാണ് എന്നുള്ളത്. അപ്പം ബി ജെ പിയിൽ തന്നെ ഇതിൽ 2 അഭിപ്രായത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ജെൻസി മൂവ്മെൻ്റ് ആണോ, യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ ലക്ഷ്യം? കോക്രോച്ച് പാർട്ടിയെ നമ്മൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കണം, ഒരു സംശയമില്ല. നരേന്ദ്രമോദി തന്നെ പല ഘട്ടങ്ങളിൽ, ഇതിനിടയിൽ തന്നെ പല പോഡ്കാസ്റ്റൊക്കെ അദ്ദേഹം നൽകിയപ്പം പറഞ്ഞിട്ടുണ്ട്, ദിസ് ഗവൺമെൻറ് ഷുഡ് ബി ക്രിട്ടിസൈസ്ഡ്. ഞാൻ ക്രിറ്റിസിസത്തെ വെൽക്കം ചെയ്യുന്നു. ക്രിറ്റിസിസം ഡെമോക്രസിയുടെ, ജനാധിപത്യത്തെ ശക്തമാക്കുമെന്നൊക്കെ നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേ അവരെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ആരാധകർ എന്തുകൊണ്ടാണ് ഈ കോക്രോച്ച് പാർട്ടി ഉന്നയിക്കുന്ന വിഷയങ്ങളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കാത്തത് എന്ന് പറയുന്നത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ യൂത്ത് മൂവ്മെൻ്റ് ആണ് ഈ ജെൻസിയുടെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ. അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് സന്ദർശിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ലേസി ആയിട്ടുള്ള, പണിയില്ലാതെ തേരാപ്പാര നടക്കുന്ന, വീട്ടിൽ കുത്തിയിരിക്കുന്ന, മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്ത് ദിവസം ചെലവഴിക്കുന്ന കുറേയധികം യുവജനങ്ങളുണ്ടല്ലോ. ഇവർക്കിടയിൽ ഒരു ബോധവും ബോധ്യവുമൊക്കെ, അതായത് നേഷനെ പറ്റിയിട്ടൊക്കെ ഉയർത്താനായിട്ട് ഇവർക്ക് കൃത്യമായിട്ട് സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവരുടെ 5 മാനിഫെസ്റ്റോ ഉണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതെന്ന് പറയുന്നത് ഗോഡി മീഡിയ, അദാനി അംബാനി ലൈസൻസ് അവർ കൺട്രോൾ ചെയ്യുന്ന മീഡിയകൾ, ആ ലൈസൻസ് റദ്ദാക്കണം എന്നുള്ളതാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് വേണം എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ട് ഡിലീഷൻ കാണുകയാണെങ്കിൽ ക്രൂശിക്കണം ആരെ, ഇലക്ഷൻ കമ്മീഷനെ കൃത്യമായിട്ട് അയാൾക്കെതിരെ കേസെടുക്കണം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ മറ്റ് പ്രധാനപ്പെട്ടുള്ള കുറേയധികം കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ കൊണ്ട് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് ഈ ഗോഡി മീഡിയ, അംബാനിയും അദാനിയും കൺട്രോൾ ചെയ്യുന്ന മീഡിയകളുടെ ലൈസൻസ് റദ്ദാക്കണം എന്നുള്ളതാണ്. കാരണം എന്താണ് അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആഗ്രഹിക്കുന്ന ഒരു നെറേറ്റീവ് മാത്രമേ ഇത്തരം മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുള്ളൂ എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര മാധ്യമത്തിനുള്ള അതിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ്. അദാനി അംബാനിയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പം ഗവൺമെൻറ്റിന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു നെറേറ്റീവ് മാത്രം പ്രചരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം, അല്ലേ? അതെ. മാത്രമല്ല, അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള അവരുടെ മാനിഫെസ്റ്റോയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ രാജ്യസഭയിലോട്ട് കയറുന്ന സമ്പ്രദായങ്ങൾ വിലക്കുന്നുള്ളതും അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് അകത്തിടും എന്നുള്ളൊരു കാര്യം. രണ്ടാമത് പറഞ്ഞ മറ്റൊരു സാധനം, ഏതെങ്കിലും MLA കൂറുമാറുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷത്തിന് പിന്നെ ഇലക്ഷനിലോട്ട് മത്സരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുള്ളതും. അപ്പം ഇത്തരത്തിൽ എന്തുകൊണ്ടും സമകാലിക അവസ്ഥയിൽ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രം മുമ്പോട്ട് വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. എനിക്കൊണ്ട് മഹുവ മൊയ്ത്ര അവരുടെ ഇതിൽ ജോയിൻ ചെയ്തു. ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ ഒഫീഷ്യലി അവർ അക്കൗണ്ടിൽ ജോയിൻ ചെയ്തു. അതിൽ 5 ലക്ഷത്തോളം ആൾക്കാർ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള സാധ്യത, നീറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജിവെക്കണം എന്നുള്ള കാര്യം മുമ്പോട്ട് വെക്കുന്നുണ്ട് അവർ. അതെ, അതിൽ ഈ പറഞ്ഞ കാര്യം MLA-മാർ പാർട്ടി മാറുന്നത്, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെനുവിനായിട്ടൊരു പാർട്ടിയിൽ ഐഡിയോളജിയുമായിട്ട് നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതിയാണത്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ബിസിനസ് അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് കച്ചവടമല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനും ആളെ പറ്റിക്കാനും വേണ്ടി മാത്രമുള്ളൊരു സംഗതിയല്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഐഡിയോളജിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു ആശയമാണ് അവർ
എന്താണ് മുമ്പോട്ട് വെക്കുന്നത്. അല്ലാതെ ഇടക്കിടക്ക് ഈ പാർട്ടി മാറി 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 കളിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയോളജി ഉണ്ടോ? ഈ പർച്ചേസ് ചെയ്യുന്നത് റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ അതെ, എന്തെങ്കിലും ഒരു ഐഡിയോളജി ഉണ്ടോ? അവര് രാഷ്ട്രീയത്തെ വെറും ഒരു കച്ചവടമായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിൽ പോലെ, ജോലി പോലെ കാണുന്ന, രാഷ്ട്രീയം ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമല്ല. അത്രയും ജെനുവിനും അത്രയും പാഷനേറ്റ് ആയിട്ടും അത്രയും ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് ജെനുവിനിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജെനുവിനിറ്റി ഉണ്ടാവില്ല. ഞാൻ ഒരു മാസം BJP-യിൽ നിൽക്കുന്നു, അടുത്ത ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നു, പിന്നെ ഞാനൊരു കോൺഗ്രസ് കഴിഞ്ഞ് പിന്നെ ഞാൻ CPM-ലേക്ക് പോകുന്നു. ഇങ്ങനെ പോയി കളിക്കുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട് അല്ലെങ്കിൽ. അപ്പൊ ഇവരെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ജെനുവിനിറ്റി ഇവർക്കില്ല. അപ്പൊ ഇത് ഇല്ലാതാക്കണം എന്നുള്ളതാണ് അവര് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സാധനം മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് കുറേ രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. അതൊരു തരത്തിലുള്ള മോശം പ്രവണതയാണ്, ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ആത്യന്തികമായിട്ട് ഇത് ചർച്ച ചെയ്യേണ്ടത് അതിൻ്റെ കോറായിട്ടുള്ള ആശയം തന്നെയാണ്. അപ്പൊ ഇതിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുറേയധികം നിർദ്ദേശങ്ങളാണ് ഇവര് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഒരു കണക്കിന് ഇവർ BJP-യെ സഹായിക്കുകയാണെന്ന് പോലും നമുക്ക് പറയാം. BJP-യെ സഹായിക്കുകയാണെന്ന് പോലും പറയാം. കാരണം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നാളെ നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം നടത്തുക. നമ്മൾ ജൻസിയുടെ ഈ കോക്രോച്ച് പാർട്ടി ഉന്നയിച്ച വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു. അവർ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാളെ രാത്രി 8 മണിക്ക് രാജ്യത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ പരിഹരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ ഉന്നയിച്ച ഈ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാളെ 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP-യെ സഹായിക്കും. അപ്പം ഇത്തരത്തിൽ ഇവർ ഉന്നയിച്ച ഇവരെ നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവരെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവർ പറയുന്ന വിഷയങ്ങളെ ഏതെങ്കിലും രീതിയിലുള്ള ഫോഴ്സ് കൊണ്ട് അടിച്ചമർത്തിയിട്ടോ അല്ല നിങ്ങളവരെ കൺട്രോൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കേണ്ടതും. ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് അതിനുള്ള പരിഹാരം ഞങ്ങൾ ചെയ്യുമെന്നുള്ള വാഗ്ദാനം യഥാർത്ഥത്തിൽ കൊടുക്കുകയാണ് വേണ്ടത്. എന്താ പറയുക, എനിക്കൊരിക്കലും തോന്നുന്നില്ല BJP ഇവരെ കേൾക്കും എന്നുള്ള കാര്യം. അങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നോ കർഷകരെ കേൾക്കണമായിരുന്നു. കാരണം കർഷക സമരം ഡൽഹിയിൽ കൊടുമ്പിരി കൊള്ളുന്ന ഒന്നാമത്തെ കാരണം BJP എടുത്ത അല്ലെങ്കിൽ നരേന്ദ്രമോദി എടുത്ത ഒരൊറ്റ തീരുമാനമാണ്. അവസാനം അവരൊന്ന് പിന്നോട്ട് BJP ആദ്യമായിട്ടൊരു സാധനം പുറകോട്ട് പോയിട്ട് U-turn അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കർഷക സമരത്തിന്മേൽ തുടങ്ങിയതാണ്. ഇത്തരത്തിൽ അവർ കേൾക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ സാധനം പൊന്തി വരുന്നത്. ഇപ്പം നാളെ ഒരു സുപ്രകാലത്ത് മോദി വന്നിട്ട് ഞാൻ ഇവരെ കേൾക്കാൻ തയ്യാറാണ്, BJP-ക്ക് അത് ഉപകാരപ്പെടുന്നു ഒരിക്കലും മോദി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP-ക്ക് എന്നോ ഇതൊക്കെ കേൾക്കാമായിരുന്നു. പല കാര്യങ്ങൾ ഉള്ളിയുടെ വില കൂടിയപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ പ്രശ്നം ഉണ്ടായതും മോദിനെ തടഞ്ഞു നിർത്താൻ നോക്കിയതൊക്കെ മഹാരാഷ്ട്ര ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഉയർന്ന ജാതിക്കാരും കഴിക്കാറില്ല, അതുകൊണ്ട് നിങ്ങളും കഴിക്കണ്ടെന്ന് അതിന് ഉള്ളിയുടെ വില കൂടിയപ്പോൾ പറഞ്ഞു. ഞങ്ങൾ ആരും കഴിക്കാറില്ല, അതുകൊണ്ട് നിങ്ങളും കഴിക്കണ്ട. അപ്പം അത്തരത്തിലുള്ള ഒരു എന്താ പറയുക മൊണോപ്പൊളി അല്ലെങ്കിൽ അവരെന്താണോ അതാണ് ശരി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് BJP. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ സാധനം നോക്കിയാൽ തന്നെ ഇവരുടെ ഓരോ ലേബിള്, ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന കളറ് ഇതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് BJP-യിലോട്ടാണ്. അപ്പോൾ BJP ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനം തന്നെയാണെന്നുള്ളത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഏതൊരാൾക്കും മനസ്സിലാവുന്ന സാധനമാണ്. ആ പേരിൽ തന്നെ ഉണ്ട് CJP. ആ C അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ JP ഉള്ളത്, അപ്പുറത്ത് B ടോക്കിയാണ് BJP. കൃത്യമാണത്. അത് എങ്ങോട്ടാണ് അവരുടെ ടാർഗറ്റ് എന്നുള്ളത്, ഏത് പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളത്, ഈവൻ അവർ NDA എന്നോ അങ്ങനെയൊന്നും യൂസ് ചെയ്തത് BJP-യെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള. അപ്പം ഇത്തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരിക്കലും മോദി ഈ സാധനം കേൾക്കാൻ പോകുന്നില്ല. പിന്നെ അങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു കർഷകരെ കേൾക്കലായിരുന്നു, എന്നാൽ അവർ അടിച്ചമർത്തിയതാണ്. അവസാനം ഇവർക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. സെയിം സാധനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ അടിച്ചമർത്തി ഇവരെ അക്കൗണ്ട് പൂട്ടിക്കുന്നു, എന്താ പറയുക ഇവരെ ഇലക്ഷൻ വെബ്സൈറ്റ് പൂട്ടിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ നിന്ന് അക്കൗണ്ട് ക്യാൻസലായി പോകുന്നു. ഇത്തരത്തിലുള്ള സാധനം. പിന്നെ പോരാത്തിന് അഭിജിത്തിനെതിരെ വധഭീഷണി കൊടുക്കുന്നു, അതൊരു BJP-യുടെ നേതാവാണ് കൊടുക്കുന്നത്, മഹാരാഷ്ട്രയിലുള്ളൊരു നേതാവാണ്. അപ്പം ഇത്തരത്തിൽ എല്ലാം കൊണ്ട് തളർത്താൻ മാത്രം നോക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും അതൊരു ഭരണകൂടത്തിന്റെ യഥാർത്ഥത്തിലുള്ള തന്ത്രമാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ആദ്യം അടിച്ചമർത്തുക എന്ന് പറയുന്നത്. ഇപ്പം പിണറായി വിജയൻ ആശാ സമരത്തിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? കേൾക്കാൻ തയ്യാറായില്ല. എത്രയോ ദിവസം അവര് സെക്രട്ടേറിയറ്റിലും പല സ്ഥലങ്ങളിലും സമരമായിരുന്നു. അവരുടെ കൂടെ പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നീട് സ്വരാജ് അടക്കമുള്ളവർ ഏത് രീതിയിലാണ് ഈ ആശാ സമരത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന വേതനത്തിനായിട്ടുള്ളൊരു സംഗതിയാണ് അതിനെ കളിയാക്കിയതും എന്നൊക്കെയുള്ളത് നമുക്കറിയാം. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അടിച്ചമർത്തലുകളിൽ ഒന്നായിരുന്നു. അതേപോലെ തന്നെ ലോകത്തിൽ പല ദിക്കുകളിലും പല സർക്കാരുകളും ഇത്തരത്തിലുള്ള ഭരണകൂടത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ അടിച്ചമർത്തലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, താങ്കൾ പറഞ്ഞ പോലെ കർഷക സമരങ്ങളെ കേട്ടില്ല,
അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇനിയും ഇത്തരത്തിൽ കേൾക്കാതെ മുമ്പോട്ട് പോകാനാണ് BJP ഒരുങ്ങുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് അവരെ തന്നെ താഴത്തിറക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറും എന്ന് അവർ തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ നാളെ നരേന്ദ്രമോദിക്ക് രാജ്യത്തെ 8 മണിക്ക്, നമുക്കറിയാം ഏതൊരു ദിവസം ഒരു 8 മണിക്ക് പുള്ളി വന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായി, നവംബർ 8-ന്. അതെ, നോട്ട് നിരോധനം. അതുപോലെ നാളെ വേണമെങ്കിൽ ഒരു 8 മണിക്ക് നരേന്ദ്രമോദിക്ക് വന്നിട്ട് പറയാം, ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇത് പരിഹരിക്കാനുള്ള കുറേയധികം നടപടികൾ സ്വീകരിക്കുകയാണ്. ഇന്നതൊക്കെയാണ് ഈ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം യഥാർത്ഥത്തിൽ ഞെട്ടും. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ നരേന്ദ്രമോദി ഞെട്ടിപ്പിക്കേണ്ടത്, അല്ലാതെ പഴയ രീതിയിൽ ചെയ്ത മറ്റു പല പരിപാടികൾ കൊണ്ടല്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഞെട്ടിക്കാനായിട്ട് മോദിക്ക് സാധിക്കട്ടെ. ഇത്തരത്തിൽ വരുന്ന വിമർശനങ്ങളെ, ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളെ അടിച്ചമർത്താൻ ഉള്ള ശ്രമം ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഒരു ജനമെന്ന നിലയിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം. അപ്പോൾ അവരുടെ ഈ 5 മാനിഫെസ്റ്റോ ഒന്നും കൂടി പറയാം, ആളുകൾക്ക് കൂടി ഒന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട്. അതായത് CJP അധികാരത്തിൽ വരികയാണെങ്കിൽ ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല, പോസ്റ്റ് റിട്ടയർമെന്റ് ഒരു ഇത് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ UAP നിയമപ്രകാരം അറസ്റ്റ് ചെയ്യും. മൂന്നാമത്തത് സ്ത്രീകൾക്ക് 50% റിസർവേഷൻ അനുവദിക്കും, അതായത് പാർലമെന്റിന്റെ സീറ്റ് വർദ്ധിപ്പിക്കാതെ. അതുപോലെ തന്നെ മീഡിയ ഹൗസസ്, അംബാനി അദാനിയും ഓൺ ചെയ്യുന്ന മീഡിയ ഹൗസസിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. എന്തിനാണ്? അത് ഒരു ട്രൂലി ഇൻഡിപെൻഡൻറ്റ് മീഡിയയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്. അതോടൊപ്പം തന്നെ MLA യോ MP യോ ഏതെങ്കിലും പാർട്ടി മാറുകയാണെങ്കിൽ 20 വർഷത്തേക്ക് അവർക്ക് പിന്നീട് മത്സരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതാണ് ഇവരുടെ 5 ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. ഇവരുടെ ഇതിൽ പറയുന്ന, മാനിഫെസ്റ്റോയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇതാണ്, ഇറ്റ് ഈസ് അബൌട്ട് അവേക്കണിങ് പീപ്പിൾ, ബിൽഡിംഗ് ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിംഗ് എ നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ് ഫോക്കസിങ് ഓൺ ചേഞ്ച്, ആക്ഷൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ദിസ് ഫേസ് ഈസ് നോട്ട് അബൌട്ട് പൊളിറ്റിക്സ് എന്നാണ് അവർ ഇതിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത്, ഈ ലേസി ആയിട്ട് തൊഴിലില്ലാതെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ഊർജം, ഒരു ബോധം, ഒരു സംഭവം കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ എല്ലാം കൊണ്ടും രാജ്യത്തിന് നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ സിസ്റ്റത്തെ ക്ലിയർ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ പലവരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവർ പാകിസ്ഥാൻ ചാരനാണ് ഈ അഭിജിത് ദീപ്കെ, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ പല രീതിയിലുള്ള കള്ളത്തരങ്ങളും അപവാദ പ്രചരണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്താം തൽക്കാലത്തേക്ക്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവരുന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിന് ഗൗരവമുണ്ടോ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് തീർച്ചയായിട്ടും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള വിഷയമാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ.